കഞ്ഞി വിളമ്പുന്നത് ലൈവായിട്ട് കണ്ടോളൂ. ആർക്കാ? ബെറ്റിയുടെ. ബെറ്റിക്ക് അയച്ചു കൊടുക്കാനല്ല, യൂട്യൂബിൽ ഇടാനാ. ഹലോ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ച, അതായത് ഗുഡ് ഫ്രൈഡേയുടെ ദിവസം നമ്മൾ ശുശ്രൂഷയ്ക്ക് പോയിരുന്നു. വയലാ പള്ളിയിൽ അറ്റൻഡ് ചെയ്യാൻ പോയി. പോയിട്ട് ഞങ്ങൾ ആ ശുശ്രൂഷയുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ നല്ല ഭക്തി പുരസ്സരം നമ്മൾ ദേവാലയത്തിലും ഒക്കെ ആയിട്ട് അതിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഞാൻ ഒരുപാട് പേര് ഈ ഒരു ദുഃഖവെള്ളിയാഴ്ചയുടെ ആ കഞ്ഞി കുടിക്കുന്നതും അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഒരു നൊസ്റ്റാൾജിയ പോലെ മിസ് ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് എല്ലാവരും പണ്ട് മുതലേ ഉള്ള ഒരു നമ്മുടെ സന്തോഷമുള്ള ഒരു ഓർമ്മയാണ് ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ കഞ്ഞിയും പയറും പ്ലാവില കൊണ്ടുള്ള ആ ഒരു സ്പൂണും ഒക്കെ പഴയ കാലത്തെ ഓർമ്മകളെ. അപ്പോൾ അത് ഞാൻ ആ ഒരു വ്ളോഗ് നിങ്ങളെ ഒന്ന് കാണിക്കുവാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഞ്ഞി കുടിക്കുന്ന സമയം മുതലേ ഞാൻ എടുത്തിട്ടുള്ളൂ, നിങ്ങളെ കാണിക്കാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. വലിയ വ്ളോഗായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചങ്ങ് വിട്ടുതരും കേട്ടോ. അമ്മു കഞ്ഞിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനകത്ത് ഈ പ്ലേറ്റ് ഇല്ലാത്തവർക്ക് അമ്മ ഇത് രണ്ടെണ്ണം. പപ്പടം കുറച്ചേ കഴിക്കാവൂ, പ്രായം കൂടുന്തോറും കുറയ്ക്കണം. പണ്ട് ദേഹാധ്വാനം കൂടുതലായിരുന്നു, ഇപ്പൊ ദേഹാധ്വാനം കുറവാണ്. അമ്മ അത് കഞ്ഞി വേണോ? ആദ്യം കഞ്ഞി, അത് കഴിഞ്ഞിട്ട് വീഡിയോ. ഈ പ്ലാവിലൊന്ന് നേരെ വെക്കാമോ? എല്ലാവരും കാണട്ടെ പ്ലാവിലൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന്. ആദ്യം കഞ്ഞി, അത് കഴിഞ്ഞിട്ട് വീഡിയോ. വീഡിയോ എടുക്കോട്ടോ. എന്തായാലും ആയിട്ട് കണ്ടില്ല. ദുഃഖവെള്ളിയാഴ്ച കഞ്ഞി പണ്ടത്തെ പ്ലാവിൽ ഉപയോഗിച്ച് കഞ്ഞി കുടിക്കുകയാണ് ദുഃഖവെള്ളിയാഴ്ചക്ക്. അമ്മൂസമായിട്ടിരുന്ന് കഞ്ഞി കുടിക്കുന്നു. കഞ്ഞി വിളമ്പുന്നത് ലൈവായിട്ട് കണ്ടോളൂ. ആർക്കാ? ബെറ്റിയുടെ. ബെറ്റിക്ക് അയച്ചു കൊടുക്കാനല്ല, യൂട്യൂബിൽ ഇടാനാ. പപ്പയോട് പറഞ്ഞു. ഷീല ആൻറ്റിക്കോ? ഓക്കെ. ഇതാണ് ഞങ്ങളുടെ ഇടവകയിലെ വികാരി അച്ഛൻ. എന്നാൾക്ക് ഇതുപോലെ അനീഷിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടില്ല, ഓർമ്മയുണ്ടോ?
ഇതാണ് എൻ്റെ അമ്മ കേട്ടോ. അമ്മ അങ്ങോട്ടോ കയറി പോകുന്നുണ്ട്. അനിയത്തിയുടെ അമ്മ പപ്പയാട്ടോ. കള്ളി വിരിഞ്ഞ് എല്ലാവരും പോവാണ് കേട്ടോ. കഞ്ഞിയെല്ലാം കുടിച്ചു കഴിഞ്ഞു. നേടെ അമ്മൂസ് അമ്മൂസിന് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. അമ്മൂസ് ഇങ്ങനെ ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യുക. മേക്കിംഗ് ഫ്രണ്ട്സ്. പള്ളി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ് എല്ലാവരും പോവുകയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് വയലാ പള്ളിയിലാണ്. കിഴക്കോറം പള്ളിക്കാരും വയലാ പള്ളിക്കാരും എല്ലാവരുടെ മിക്സ് ചെയ്താണ് ഇപ്രാവശ്യം. ഞങ്ങളുടെ പള്ളിക്കാരൊക്കെ പോവാം. കിഴക്കോറം പള്ളിക്കാരൊക്കെ പോവാം. മണിയമ്മാമേ, ഇത് ഞങ്ങളുടെ മണിയമ്മാമ കേട്ടോ. ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ HM ആണ്. എത്ര വർഷമായി അമ്മാമേ? 8 വർഷമായി. നടന്നാ പോന്നെ. പപ്പ, അമ്മ, അമ്മൂസ്. അല്ല, നമുക്കിപ്പോൾ കാറ് വരും. മാതാവിൻ്റെ കുരിശുമൂടാണ്. ഇത് പാഴ്സണേജ് ആണോ? അപ്പാ ഇത് പാഴ്സണേജ് ആണോ? അപ്പാ ഈ കാണുന്നത് പാഴ്സണേജ് ആണോ? അല്ല, അച്ഛൻ്റെ. ഇതെന്തു? ഇത് ഓഫീസാണ്. അച്ഛൻ്റെ അങ്ങേപ്പുറത്താണ്. ഓക്കെ. ഞങ്ങളുടെ നാടിൻ്റെ പ്രകൃതി സൗന്ദര്യം കണ്ടോളൂ. പത്തനംതിട്ടയിലെ ഒരു ചെറിയ ഗ്രാമമായ വയലയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. വയലയല്ല എൻ്റെ സ്ഥലം, പക്ഷേ വയലയിലെ പള്ളിയിലാണ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. ചുമ്മാ അവരെ പത്തനംതിട്ട നാട്ടുകാരൊക്കെ ഒന്ന് കാണണ്ട്. അമ്മുവിൻ്റെ കൂട്ടുകാരുടെ കല്യാണമാണോ? കല്യാണം ഉറച്ചോ? ഞങ്ങൾ പള്ളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചുവോടെ കല്യാണം കഴിഞ്ഞ് വെച്ചിരിക്കുന്ന വീട്ടിലേക്ക്, അത് എൻ്റെ അനിയത്തിയുടെ വീട്ടിലോട്ട് കയറുക കേട്ടോ. അടുത്ത് തന്നെ, പള്ളി അടുത്ത് തന്നെ അവരുടെ വീട്. അങ്ങനെ ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാട്ടോ. ഇതാണ് ഞങ്ങളുടെ നാട്. സ്പീഡിൻ്റെ അല്ല, ഇത് ഇറക്കമല്ലേ. വ്ളോഗ് ഇവിടെ കഴിയുകയാണ്. പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു വ്ളോഗാണ് കേട്ടോ. അങ്ങനെ എഡിറ്റിങ്ങിന് പോലും ഞാൻ ഒത്തിരി സമയം എടുത്തില്ല. ശുശ്രൂഷ കഴിഞ്ഞ് വന്നു, എല്ലാവരും റെസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുവാണ് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.